തരുന്നില്ല. മൈക്ക് തരും. ഞാൻ മൈക്ക് പോയിന്റിൽ നിന്ന് സംസാരിക്കാൻ പറഞ്ഞതുകൊണ്ടാണ്. അദ്ദേഹം പറയുന്ന ഓരോ വിഷയങ്ങളും ഗണ്ണിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഇവിടുന്ന് ഉത്തരം ചോദിച്ചോളൂ, നിങ്ങൾ പറഞ്ഞോ. അതൊരു നല്ല പരിപാടിയല്ല. നമുക്ക് ചോദിക്കുന്നതിന് അദ്ദേഹം ജായിസാണ് എന്ന് പറഞ്ഞു. ഇസ്ലാമിൽ ജായിസാണ് എന്ന ഒരു ഹുക്മ്, ആ ഹുക്മ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ശരി. അപ്പോൾ നായ അവഴിക്ക് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ജായിസാണെന്ന് ഹുക്മ കിട്ടിയാൽ മതി, നായയുടെ വിഷയം പോയി. അപ്പൊ ഇങ്ങനെ സമ്മതിച്ചാൽ മതി, നിങ്ങൾ പറഞ്ഞാൽ മതി. ഇപ്പൊ ആ വിഷയം എന്തായാലും എന്റെ സംശയം തീർന്നു, ഇതിനി എന്റെ അടുത്ത ചോദ്യമാണ് എന്ന് പറയാൻ നിങ്ങളുടെ ഒരു ബാധ്യത. നിങ്ങളുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ പറഞ്ഞത് എന്റെ സംശയം തീരുന്നത് വരെ ചോദിക്കാൻ ഉള്ള അവസരം തരണമെന്നാണ്. അപ്പൊ സംശയം തീർന്നോ ഇല്ലയോ നമുക്ക് മനസ്സിലാണല്ലോ. സംശയം തീർന്നോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരല്പ നേരം മൈക്ക് പോലെ നിൽക്കാം. അദ്ദേഹത്തിന്റെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുത്തില്ല എന്ന് വേണ്ട. അദ്ദേഹം ഒരു ആഗ്രഹം നമ്മളോട് പറഞ്ഞതാണ്. നിങ്ങൾ പേടിക്കണം, നിങ്ങൾ മൈക്ക് തരും, നിങ്ങൾ പേടിക്കണ്ട. നമുക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ മാനിക്കണം, നിങ്ങൾ ബഹുമാനിക്കണം. നിങ്ങളെ ബഹുമാനിച്ചിട്ടാണ് നമ്മൾ ഈ മുഖാമുഖം നടത്തുന്നത്. അപ്പൊ നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങളത് മാനിച്ചില്ല എന്ന് നിങ്ങൾ പറയണം. ഇവിടെ ഈ കൂടിയിരിക്കുന്ന ആളുകൾ, ഇവിടെ കൂടി കുറച്ച് പണ്ഡിതന്മാർ വേറെയുണ്ട്, അവരെയും നമ്മൾ ആദരിക്കാണ്, ബഹുമാനിക്കാണ്. അവരുടെ പ്രതിനിധിയായിട്ടാണ് നമ്മുടെ നജീബ് സഖാഫി ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹം അത് തുറന്നു പറയുകയും ചെയ്തിട്ട് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് നായകൾ പള്ളിയിൽ പോയിട്ടുണ്ട്. ഇത് പറഞ്ഞില്ല, ഇവിടെ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടുണ്ട് എന്നതിനെ ഗണ്ണിക്കാനാണ്. മാത്രമല്ല പോയിരുന്നു എന്നതുകൊണ്ട് പോകാമെന്ന് കിട്ടൂല, കൽപ്പനയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഞാൻ മറുപടി പറഞ്ഞപ്പോ പറഞ്ഞു വലിയ ഖുറുജുന, കൽപ്പന തന്നെയുണ്ട്, വഹുന്നതഫില, പോകട്ടെ, അവരെങ്ങനെ പോകണം, സുഗന്ധം പൂശാതെ പോകട്ടെ, ഹദീസ് പറഞ്ഞു. പിന്നെ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിന് ആദാബുകളുണ്ട്, പട്ടി പള്ളിയിൽ പോകുന്നതിന് ആദാബുണ്ടോ എന്ന് ചോദിച്ചു. അതുപോലെ ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ആ കിതാബു സലാത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ പറ്റി പറയുന്ന അധ്യായം എന്ന് പറഞ്ഞു കൊടുത്തതുപോലെ പട്ടി പള്ളിയിൽ പോകുന്നതിനെ പറ്റി പറയുന്ന അധ്യായം എന്ന് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഇപ്പോൾ അറിയേണ്ടത് ജായിസ് അത് എവിടുന്ന് കിട്ടുന്നത്, അത് വേറൊരു ചോദ്യമാണ്. അപ്പൊ ആദ്യം ചോദിച്ച ചോദ്യത്തിൽ സഖാഫിക്ക് അദ്ദേഹത്തിന് മറുപടി ആയോ, ഇനി അതല്ല ഇനിയും എന്തെങ്കിലും സംശയം അവശേഷിക്കുന്നുണ്ടോ, അതൊന്ന് ക്ലിയർ ചെയ്താൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങൾ ഹദീസിൽ നിന്നും ഒരു കൽപ്പനക്രിയയുള്ള ഒരു ഹദീസാണ് ഓതിയത്. ആ കൽപ്പനക്രിയയുള്ള ഹദീസ് വന്നു കഴിഞ്ഞാൽ ആ ക്രിയ ആ പ്രവൃത്തി അത് ജായിസാകുമോ ഫർളാകുമോ സുന്നത്താകുമോ എന്നുള്ളത് കിതാബ് ഓതി പഠിച്ചവർക്കറിയാം. അപ്പൊ നിങ്ങൾ ജായിസ് എന്ന് പറഞ്ഞതിന്റെ മാനദണ്ഡം എന്താണ്, ജായിസ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഒന്നുകിൽ അത് ഫർളാകണം അല്ലെങ്കിൽ സുന്നത്താകണം. ഇത് രണ്ടും ആകാത്ത നിലയ്ക്ക് ജായിസ് നിങ്ങൾ പറയാൻ നിങ്ങൾക്ക് എവിടെ നിന്ന് രേഖ കിട്ടി? അതാണ് ചോദിച്ചത്. അപ്പൊ ആദ്യത്തെ ചോദ്യം വിട്ടു എന്ന് അദ്ദേഹം പരോക്ഷമായി സമ്മതിച്ചു. അപ്പൊ പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് എങ്ങനെ പോകല്? ആദ്യത്തെ ചോദ്യം അദ്ദേഹം വിട്ടു എന്ന് പരോക്ഷമായി അദ്ദേഹം സമ്മതിച്ചു. ശവത്തിൽ ഞാൻ കുത്തുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടതില്ല, ഞാനത് ചോദിക്കണില്ല, അങ്ങനെ നിങ്ങൾ പറയണ്ട. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത സംശയമാണ്, നമുക്കതും പരിഗണിക്കാൻ കുഴപ്പമൊന്നുമില്ല. അടുത്ത സംശയം എന്താ, ഈ ഹുക്മ എവിടുന്ന് കിട്ടി എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമായും, അത് എന്റെ ഉസ്താദ് അല്ലെങ്കിൽ പിന്നെ ഉസ്താദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഉസ്താദിനെ പഠിപ്പിച്ച ഉസ്താദ് നിലക്കല്ല, ഒരു മുസ്ലിയാരെ നമ്മൾ ഉസ്താദ് എന്ന് വിളിക്കണ പോലെ വിളിക്കാണ്. പിന്നെ ബഹുമാന്യനായ നജീബ് ഉസ്താദ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിന് അറിയാം, എന്നാൽ അദ്ദേഹം സംശയം മറ്റുള്ളവരുടെ സംശയം തീരാൻ വേണ്ടിയായിരിക്കും ചോദിക്കണത്. അപ്പൊ ഏതായിരുന്നാലും അദ്ദേഹം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ഒരു കാര്യം അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിക്കും, എന്നിട്ട് അത് പുരുഷന്മാരുടെ മേലും ആ രൂപത്തിലെ കൽപ്പനയുണ്ട്. ഏത്? നിങ്ങൾ അഖിമിസ്സലാത്ത്, നിസ്കാരം നിർവഹിക്കണം. ആ കൂട്ടത്തിൽപ്പെട്ട നിർബന്ധ കൽപ്പന തന്നെയാണ്, അല്ലെങ്കിൽ ആ നിർബന്ധത്തോട് അടുത്തു നിൽക്കുന്ന കൽപ്പനയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് നിങ്ങൾ നിലനിർത്തണം. അത് പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ നിർബന്ധമാണോ, നിർബന്ധത്തോടൊത്ത സുന്നത്താണോ, മുഅക്കദായ സുന്നത്താണോ, അങ്ങനെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും അത് പുരുഷന്മാരോട് കൽപ്പിച്ചു. എന്നാൽ സ്ത്രീകളോട് അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇത് സ്ത്രീകൾക്ക് നിർബന്ധമല്ല. അപ്പോൾ വലിയ ഖുറൂജുന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്ത്രീകളുടെ മേൽ നിർബന്ധമാക്കാതിരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ അവർക്ക് ഇളവ് നൽകി. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ പോകാം, അതിന്റെ പേരിൽ, പോകാത്തതിന്റെ പേരിൽ നിങ്ങൾ ശിക്ഷക്കർഹരല്ല, പോയതിന്റെ പേരിലും ശിക്ഷക്കർഹരല്ല. അതുകൊണ്ടാണ് ഹൈത്തബി ഇമാം അദ്ദേഹത്തിന്റെ തുഹ്ഫയിൽ, ലാപ്ടോപ്പൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കണ്ടെന്ന് മറിച്ച് ആ മക്തബൊക്കെ നടിച്ചു അവിടെ വളരെ വ്യക്തമായി തന്നെ നമ്മുടെ ഇമാം പിന്നെ
ഹൈത്തമി. നേരത്തെ ഞാൻ പറഞ്ഞു സ്ത്രീകൾക്ക് പള്ളിയിൽ എഴുത്തു പഠിക്കൽ കറാഹത്താണെന്ന് പറഞ്ഞ ആ പണ്ഡിതന്റെ ഫത്വ ഇവര് മനസ്സിലാക്കിയിട്ട് ഹറാമാണെന്ന് 10 പേർ പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ. അപ്പോ ഈ ഹൈത്തമി ഇമാം തന്നെ എന്തുകൊണ്ട് പള്ളിയും വീടും പറ്റും എന്നതിനെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നത് കാണാം. രണ്ടും അവർക്ക് ഹൈറാണ്. പള്ളിയും അവർക്ക് ഹൈറാണ്, വീടും അവർക്ക് ഹൈറാണ്. അത് സ്ത്രീകൾക്കുള്ള ഇളവാണ്. അള്ള കൊടുത്ത ഇളവ്. അത് നമ്മൾ പുരുഷന്മാർ അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അത് അള്ള കൊടുത്ത ഇളവാണ്. അപ്പോ പള്ളിയിൽ അവർക്ക് ഹൈറുണ്ട്. ആ ഹൈറ് എവിടെയും കിട്ടും. അവരുടെ വീടിലും ഹൈറുണ്ട്, വീട്ടിലും ഹൈറുണ്ട്. പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ആ ഹൈറ് കിട്ടും, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രണ്ടിടത്തും കിട്ടും. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്, നിങ്ങളുടെ ഒരു ഭാര്യ നിങ്ങളോട് പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ അവളെ തടയരുത്. നിങ്ങളുടെ ഭാര്യമാർ പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ തടയരുത്. എന്നാൽ നിങ്ങൾ അടിച്ചിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകണോ? അത് വേണ്ട. കാരണം അവർക്ക് ഇളവുണ്ട്. അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ, അതാണ് പണ്ഡിതന്മാർ നിർബന്ധമാണ് എന്ന് പറയാതിരുന്നത്. മനസ്സിലായോ? അപ്പൊ വല്യ ഖുറൂജിന എന്ന് മാത്രമായിരുന്നു ഹദീസ് എങ്കിൽ തീർച്ചയായും നിർബന്ധം എന്ന കൽപ്പനയിൽ വരുമായിരുന്നു. പക്ഷേ ആ നിർബന്ധ കൽപ്പനയിൽ നിന്ന് സ്ത്രീകളെ അല്ലാഹുവിന്റെ റസൂൽ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു പെണ്ണിനെ അവർക്ക് സ്വയം തിരഞ്ഞെടുക്കാം. പള്ളിയിൽ നിസ്കരിക്കണമെങ്കിൽ പള്ളിയിൽ നമസ്കരിക്കാം, വീട്ടിൽ നമസ്കരിക്കണമെങ്കിൽ വീട്ടിൽ നിസ്കരിക്കാം. പക്ഷേ ഒരു പെണ്ണ് പള്ളിയിലേക്ക് നമസ്കാരത്തിന് വേണ്ടി വന്നാൽ അത് ഹറാമാണെന്ന് മതവിധി പറയാൻ, അത് ഹറാമാണെന്ന് വിധിക്കാൻ എനിക്കും നിങ്ങൾക്കും അവകാശം ഇല്ല. എനിക്കും നിങ്ങൾക്കും അവകാശമില്ല. ലോകത്തൊരൊറ്റ പണ്ഡിതനും അവകാശമില്ല. അതാണ് ഞാൻ ഉദ്ധരിച്ചത്. വഖദ് നഖല ഇബ്നുൽ മുൻദിർ വഗൈറുഹുൽ ഇജ്മാഅ അലാ അന്നഹാ അല്ലെങ്കിൽ അലാ അന്ന النساء ലൗ ഹളറത് വസല്ലത്തിൽ ജുമുഅ ജാസ വഖദ് ثبتت الاحاديث الصحيحه المستفيضه انهن كن يصلين خلف رسول الله صلى الله عليه وسلم في مسجده خلف الرجال. ഇജ്മാ ഉള്ള വിഷയമാണ്. ഇബ്നു മുൻദിറിൽ നിന്നും അല്ലാത്തവരിൽ നിന്നും ഇജ്മാ ഉദ്ധരിക്കപ്പെട്ട വിഷയമാണ്. ഒരു പെണ്ണ് പള്ളിയിൽ വന്നു, അവൾ ആ പള്ളിയിൽ ഹാജരായി ജുമുഅ നമസ്കരിച്ചാൽ ജാസ, അനുവദനീയമാണ്. നിർബന്ധത്തിന്റെ പരിധി അവർ ഒഴിവാക്കി അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തു. അതുകൊണ്ടാണ് ജാസ എന്ന് പറഞ്ഞത്. അവർക്ക് തിരഞ്ഞെടുക്കാം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധി പറഞ്ഞത്? അതാണ് ഇമാം നവവി തന്നെ തുറന്നു പറയുന്നത്. വഖദ് സബതത്തിൽ അഹാദീസു എന്ന് പറഞ്ഞു. അഹാദീസ് ബഹുവചനമാണ്, ഹദീസുകളാണ്. ഒരുപാട് ഹദീസ്, ഒറ്റ ഹദീസല്ല, ഒരുപാട് ഹദീസ്. ഒരു ഹദീസ് ഞാൻ പറഞ്ഞുള്ളൂ. വല്യ ഖുറൂജുന വഹുന്ന തഫിലാത്ത് എന്നത് ഞാൻ പറഞ്ഞ ഒറ്റ ഹദീസാണ്. ആ ഒരു ഹദീസ് മാത്രമല്ല, സ്ഥിരപ്പെട്ട നിരവധി അനവധി ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ആ ഹദീസുകൾ ഉള്ളതെന്താ? അന്നന്നിസാ, സ്ത്രീകൾ, കുന്ന, അവരായിരുന്നു യുസല്ലീന, നമസ്കരിക്കുന്നവരായിരുന്നു, ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ, ഫീ മസ്ജിദിഹി, പ്രവാചകന്റെ പള്ളിയിൽ, ഖൽഫ റിജാലി, പുരുഷന്മാരുടെ പിന്നിൽ, പുരുഷന്മാരുടെ പിന്നിൽ, പ്രവാചകന്റെ പള്ളിയിൽ, പ്രവാചകന്റെ പിന്നിൽ സ്ത്രീകൾ ധാരാളമായി നമസ്കരിച്ചിരുന്നുവെന്ന് നിരവധി അനവധി ഹദീസുകൾ സ്ഥിരപ്പെട്ട് വന്നതുകൊണ്ട് അത് അനുവദനീയമാണ്. എന്റെ ഉസ്താദ് അല്ലെങ്കിൽ ബഹുമാനനായ നജീബ് ഉസ്താദിന്റെ രണ്ടാമത്തെ സംശയവും തീർന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇനിയും പറയാം.